ആനക്കലി തീരാത്ത കേരളം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞതേ ഉള്ളൂ. തൃശ്ശൂർ പൂരത്തിൽ ഇത്തവണ അധികം ആനകളൊന്നുമില്ലായിരുന്നു. പക്ഷേ ആനയുടെ കലി അങ്ങോട്ട് തീരുന്നില്ല. പൂരം കഴിഞ്ഞ് വന്ന ആന കാട്ടിക്കൂട്ടിയ ആക്രമണം കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്കും സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ആനക്കളിക്ക് ഇത്ര കാരണം? രാഹുലെ, ഞാൻ ഒരു ഉദാഹരണം പറയാം. രാഹുലിനെ ഒരു റൂഫ് ഓപ്പൺ ആയിട്ടുള്ളൊരു വാഹനത്തിൽ ഈ കരിവെയിലത്ത് ഞാനങ്ങ് കൊല്ലം മുതൽ ഇനി തൃശ്ശൂർ വരെ കൊണ്ടുവരുവാണ്, അല്ലെങ്കിൽ അങ്കമാലി വരെ കൊണ്ടുവരുവാണ്. ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാനായിട്ട് ഞാൻ രാഹുലിനെ ഒരിടത്ത് നിർത്തി തരുന്നില്ല. രാഹുലിൻ്റെ ചൂട് സഹിക്കാൻ വയ്യാതെ ഒന്ന് തണുപ്പിക്കാനായിട്ടുള്ള യാതൊരു സംവിധാനങ്ങളും ഞാൻ തരുന്നില്ല. പിന്നീട് ഞാൻ രാഹുലിനെ ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന എന്നോട് രാഹുൽ ചൂടാവും. അത് രാഹുൽ എന്നെ തല്ലിക്കൊല്ലാത്തത്, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിച്ചൊന്നും ചെയ്യാത്തത്, രാഹുലിന് സാമാന്യ ബുദ്ധി എന്ന് പറയുന്നൊരു സാധനം ഉള്ളതുകൊണ്ടാണ്. ഈ ആന എന്ന് പറയുന്ന ജീവി ഒരു മൃഗമാണ്, മനുഷ്യനും മൃഗം തന്നെയാണ്, പക്ഷേ ഒരു കാട്ടുമൃഗമാണ്. അതിനെ എത്ര മെരുക്കിയാലും ഒരു കാര്യം മനസ്സിലാക്കണം, അത് മെരുങ്ങുന്നത് അതിൻ്റെ കാലിൽ കിടക്കുന്ന ചങ്ങലയുടെ ബലത്തിലും അതിൻ്റെ തൊലിക്കുള്ളിലേക്ക് തുളഞ്ഞു കയറുന്ന പാപ്പാൻ്റെ കയ്യിലിരിക്കുന്ന വടിയോടുള്ള ഭയത്തിലുമാണ്. പക്ഷെ ഇതെല്ലാം മാറി തിരിയുന്നൊരു സമയമുണ്ട്. നമുക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തന്നെ ആനയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നൊരു സമയം, അവൻ്റെ മതജലം പൊട്ടി ഒഴുകുന്ന സമയം. ആ സമയത്ത് അവന് ഒന്നിനെയും ഭയമില്ല, അവൻ ഒന്നിനെയും അറിയില്ല, അല്ലെങ്കിൽ അവന് വേദനയോട് ഒട്ടും ഭയമില്ല. അവൻ ആ സമയത്ത് കണ്ണിൽ കാണുന്നതിനെല്ലാം തീർക്കും. ആനക്കലി, ആനപ്പക, അതൊക്കെ പഴങ്കഥകൾ മാത്രമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ പാപ്പാനെ കൊന്നതിന് ശേഷം പിന്നീട് അത് ഓർത്ത് കരയുന്ന ആന എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ വെറുതെയാണ്. ആനയ്ക്ക് ഈ പറയുന്ന അത്ര വലിയ ഓർമ്മശക്തി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല എന്ന് സയൻറ്റിഫിക്കലി തെളിഞ്ഞിട്ടുള്ളതാണ്. അത് അപ്പോഴത്തെ കോപത്തിൽ ചെയ്യുന്നു, പിന്നീട് അതിൻ്റെ ചിന്തകളിൽ അതില്ല. പക്ഷേ ആന ഒറ്റച്ചട്ടം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ആന ഒരിക്കലും ഒരു ഈ പറയുന്ന വടി, അതായത് ഈ പറയുന്ന ഇടത്തിയാന വലത്തിയാന എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ വടിയെടുത്തങ്ങ് വീശുവാണ് പാപ്പൻ. ആ വടിയോടുള്ള ഭയമാണ് അവൻ ആ വശത്തേക്ക് തിരിയുന്നത്, ആ വടി ഓങ്ങുന്ന വശത്തേക്ക് തിരിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ആനയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, പക്ഷേ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആനയുടെ കൊമ്പിൽ പിടിച്ച് മുന്നിൽ നടക്കുമ്പോൾ എപ്പോഴും ചൂണ്ടി വലിക്കാൻ പാകത്തിന് വടി പാപ്പാൻ്റെ കയ്യിലുണ്ട്. രണ്ടാം പാപ്പാൻ ഒരിക്കലും, അതായത് ചട്ടം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവന് പരിചിതമായിട്ടുള്ള ആളെന്ന് പറയുന്നത് ഒന്നാം പാപ്പാനാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം. ഇപ്പം ആനകൾ ഇടയുന്നു, അല്ലെങ്കിൽ ആനകൾ ആക്രമണാസക്തരാകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ ആനകളെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇതേപോലെ തന്നെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മനുഷ്യൻ്റെ ആരംഭകാലം തൊട്ട് മനുഷ്യൻ കൊണ്ട് നടന്നിരുന്ന ഒരു മൃഗമാണ് ആന എന്ന് പറയുന്നത്. ഇപ്പോൾ ആനയ്ക്ക് വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങൾ ഈ പാവത്തെ ഉപദ്രവിക്കുന്നത്, കാട്ടിൽ മേയിച്ചു നടക്കുന്ന ജീവിയെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് എന്ന് പറയുമ്പോഴും മനുഷ്യൻ്റെ ആരംഭകാലം തൊട്ട് നമ്മൾ യുദ്ധം നടക്കുന്ന സമയം, അതായത് പഴയകാല യുദ്ധങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആനയാണ്. ഇപ്പോൾ ചെസ്സ് ഏറ്റവും പഴയ ഒരു കളിയാണ് ചെസ്സ് എന്ന് പറയുന്നത്. ആ ചെസ്സിലുമുണ്ട് ആന. എന്തിനാണ് ആന ആന എന്ന് പറയുന്നത്? ആനയെ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്നു. ഈ യാത്ര പോകുന്നത് പോലെ തന്നെ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ആന എന്ന് പറയുന്നത്. ആനയെ മെരുക്കി ജീവിച്ചിരുന്ന മനുഷ്യർ തന്നെയാണ്. ആനയെ മെരുക്കുകയാണോ അതോ ആനയെ ഇണക്കുകയാണോ ചെയ്തതെന്ന് പറയുന്നത് വലിയൊരു ചോദ്യമാണ്. ഞാനിപ്പോൾ ആനയുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടറെ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് രണ്ടുമുണ്ട്, രണ്ടും ഒരേ സമയം നടക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ചെറിയ കുട്ടിയെ കൊണ്ടുവരികയാണ്, ഒരു മനുഷ്യക്കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയെ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ വളർത്തുമ്പോൾ നമ്മളതിനെ മെരുക്കി തന്നെയാണ് വളർത്തുന്നത്. ആദ്യകാലങ്ങളിൽ അവരോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുത്തും ചിലപ്പം രണ്ടടി കൊടുത്തും വഴക്ക് പറഞ്ഞും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു മനുഷ്യനെ വളർത്തിക്കൊണ്ടിരുന്നത്. ആ മനുഷ്യനെ വളർത്തുന്നത് പോലെ തന്നെയാണ് ആനയും വളർത്തുന്നത്. ഇതിന് ആദ്യകാലങ്ങളിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത്, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്താണ് ഇണക്കി വളർത്തുന്നത്. അപ്പോൾ ഇണക്കി വളർത്തുന്നതിൻ്റെ ഒരു അടയാളം മാത്രമാണ് ഈ ചങ്ങല എന്ന് പറയുന്നത്. ഈ ചങ്ങല എപ്പോഴും ഇടുന്നത് അത് കൺട്രോൾ വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് വണ്ടിയിൽ നിന്ന് ഇറക്കുന്ന സമയത്താണ് ചങ്ങല ഊരിയിട്ട് ആനയ്ക്ക് സ്വതന്ത്രമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ചങ്ങല ഊരുന്നത്. ഒറ്റക്കാൽ ചങ്ങല മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സംഭവിച്ചത് ഈ അങ്കമാലി സംഭവിച്ചതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആന കൊമ്പ് ഈ വണ്ടിക്കിടയിലൂടെ പുറത്തേക്ക് ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കൊമ്പിൽ എന്തോ ഒരു പരിക്കുണ്ടായതായി പറയുന്നുണ്ട്. ആ പരിക്ക് വലുതായതാണ്, നമ്മൾ വീഡിയോ ദൃശ്യങ്ങളിൽ കണ്ടാണ്. വണ്ടി എടുത്ത് പൊക്കി കഴിഞ്ഞിട്ട് ഈ കൊമ്പിലൂടെ ഒലിച്ചിറങ്ങുന്ന രക്തം, അത് ഈ ആന വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇട്ടപ്പോൾ ഉണ്ടായ ചെറിയ പരിക്ക് പിന്നീട് അവൻ്റെ പരാക്രമത്തിൽ വലുതായതാണ്. അപ്പോൾ ഈ കൊല്ലപ്പെട്ട വിഷ്ണു അതിന് ആനയെ വഴക്ക് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ഒറ്റച്ചട്ടം. ചില ആനകൾ ഒറ്റച്ചട്ടമുണ്ട്. അത് പാപ്പാൻ്റെ ശബ്ദത്തെയും അല്ലെങ്കിൽ അവന് പരിചിതമായ ശബ്ദത്തെയും
അല്ലെങ്കിൽ അവന് പരിചിതമായ ഗന്ധത്തെയും മാത്രം അനുസരിക്കുന്ന ആനകളുണ്ട്. ചിലത് എന്ന് പറയുന്നത് ആര് പറഞ്ഞാലും അനുസരിക്കുന്ന ചില ആനകളുണ്ട്. അങ്ങനെയുള്ളത് വളരെ ചുരുക്കമാണ്. 90% ആനകളും ഒറ്റച്ചട്ടമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരുപക്ഷെ പാർത്ഥസാരഥി ഒറ്റച്ചട്ടമായിരുന്നിരിക്കാം. വിഷ്ണു ഈ പറയുന്ന നിർദ്ദേശം കൊടുത്തപ്പോൾ അവന് പരിചിതമല്ലാത്തൊരു നിർദ്ദേശം, അല്ലെങ്കിൽ അവന് നേരെ ഉണ്ടായ ഈ വിഷ്ണുവിൻ്റെ ഒരു എന്താ പറയുന്ന ആ ഒരു നീക്കം, ആ ഒരു മൂവ്മെൻറ്റ് ഒരുപക്ഷെ തന്നെ ആക്രമിക്കാൻ വരുന്നതായിട്ട് ഈ പാർത്ഥസാരഥിക്ക് തോന്നിയിരിക്കാം. പിന്നെ പൊതുവെ പറയാറുണ്ട് ഈ ആനയ്ക്ക് ചൂടൊട്ടും സഹിക്കാൻ പറ്റില്ല. അവൻ്റെ തൊലിയുടെ പ്രത്യേകതയാണത്. അത് കാരണം കൊണ്ട് ചൂട് ഒട്ടും സഹിക്കാൻ വയ്യാത്ത ഒരു ജീവിയാണ് ആന. അതുപോലെ തന്നെ നമുക്കറിയാം ഈ നാരുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് തന്നെ. പക്ഷെ ഒരു ചൂട് അത്ര കണ്ട് എടുക്കാൻ കഴിയാത്ത മൃഗമാണ് ആന എന്നുള്ള കാര്യമൊന്നുമില്ല. ചൂട് സമയത്താണ് അതിന് മതപ്പാടുണ്ട് അല്ലെങ്കിൽ മതപ്പാട് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ചൂട് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു മൃഗം കൂടിയാണ് ആന. അതെ, ഞാൻ പറഞ്ഞത് അത് ആ സ്വാഭാവിക ഞാൻ പറഞ്ഞത് അതിന്റെ സ്വാഭാവികമായ ചുറ്റുപാടിൽ ആനകളുടെ, അതായത് വന്യജീവിയായിട്ടുള്ള ആനയുടെ സ്വാഭാവികമായ ചുറ്റുപാടിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സ്വന്തം ശരീരം തണുപ്പിക്കുവാനും ഈ പറയുന്ന ഈച്ച അടക്കമുള്ള ജീവികളിൽ നിന്ന് രക്ഷപ്പെടുവാനും പുറത്തേക്ക് പച്ചമണ്ണ് വാരിയിടുന്ന ആനയെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വെള്ളത്തിലിറങ്ങി കുളിക്കുന്ന ആനയും പച്ചപ്പുല്ലുകൾ തിന്നു കിടക്കുന്ന ആനയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ സ്വാഭാവികമായ ജീവിത രീതിയിൽ അതിനെ തണുപ്പിക്കാനുള്ള അത് ചെയ്യുന്നുണ്ട്. പക്ഷേ മണിക്കൂറുകളോളം പൂരത്തിന് ഒരേ നിർത്തുന്ന അല്ലെങ്കിൽ ലോറിക്കുള്ളിൽ ഒരേ നിർത്തി വെയിലടിച്ചു വരുന്ന ഈ ആനയെന്ന് പറയുന്നത് സ്വാഭാവികമായും കാട്ടി നടക്കുന്ന ഒരു ആനയെ പോലെ അല്ല. കാരണം അതിന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും. ഇപ്പം രാഹുലിനെ എല്ലാ ആനകൾക്കും സ്വഭാവത്തിൽ മാറ്റമുണ്ട്. ഇപ്പോൾ പ്രശാന്ത് ചേട്ടനെ ഇപ്പോൾ ഒരു കർഷക ഫാമിലിയിൽ കൊണ്ടുപോയിട്ട് അവരവിടെ വയലിനും തോട്ടിലും എല്ലാം പണിയെടുപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നും മറ്റൊരാൾ കൊണ്ടുപോയി ഒരു AC റൂമിൽ പണിയെടുപ്പിക്കുമ്പോൾ രണ്ടിനും സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോരുത്തരും ചെയ്തു കൊടുക്കുന്നതാണ്. ഇപ്പോൾ കാട്ടിലെ പോലെ തന്നെയാണ് നാട്ടിലെ ആനയും, അങ്ങനെയല്ല. രണ്ടും രണ്ട് രീതിക്ക് തന്നെയാണ് ഈ രണ്ട് രീതികളിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളിലേക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന കൂടൽമാണിക്യ ക്ഷേത്രത്തിലും ഈ പറയുന്ന ഈ കിടങ്ങൂരും ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള ആനകളുടെ ഈ അറ്റാക്കിങ്ങിലെ ഒരു സിമിലാരിറ്റി ഞാൻ പറഞ്ഞുതരാം. രണ്ടെണ്ണവും ആക്രമിച്ചിരിക്കുന്നത് കെട്ടി അഴിക്കുന്ന സമയത്താണ്. അതിൽ കൂടൽമാണിക്യത്തിലെ ആന എന്ന് പറയുന്നത് തലേ ദിവസം, അതായത് ആനയുടെ പേര് എനിക്ക് തോന്നുന്നു കാശിനാഥൻ തലേ ദിവസം അവിടെ ഒരു വിളക്ക് നടക്കുന്നുണ്ട് ഈ ഇരിങ്ങലക്കുട ക്ഷേത്രത്തിൽ. അവിടെ നിന്ന് ഈ ആനയെ, ഉത്സവത്തിനിടയ്ക്ക് അടഞ്ഞ ആനയെ ഈ ആനകളെ പാർപ്പിച്ചിരിക്കുന്ന ഷെഡിലേക്ക് കൊണ്ട് മാറ്റി കെട്ടുകയാണ്. അവിടെ നിന്നും ആന അഴിക്കുന്ന സമയത്താണ് ഇത് ആക്രമിക്കുന്നതും രണ്ടാം പാപ്പാനെ കൊല്ലുന്നത്. ഇപ്പുറത്തെന്ന് പറയുന്നത് ഈ വണ്ടിയിൽ നിന്ന് ഇറക്കി അതിനെ അതിനെ കെട്ടാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് ഈ പറയുന്ന ഈ വിഷ്ണുവിനെ ആക്രമിക്കുന്നത്, ഡ്രൈവർ വിഷ്ണുവിനെ ആക്രമിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇതെന്ന് പറയുന്നത് രണ്ടും കെട്ടിയഴിച്ച് മാറ്റുന്ന സമയത്താണ് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് ആനകളും ശരിയായിട്ടുള്ള ഭക്ഷണം, അതായത് ഇതിനാവശ്യത്തിനുള്ള ഫുഡും ഇതിനാവശ്യമുള്ള വിശ്രമവും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്നാൽ നമുക്കറിയാം ഈ സ്വാഭാവികമായ ചുറ്റുപാടിലാണെങ്കിലും അല്ലെങ്കിൽ തറയിലാണെങ്കിലും ഈ ആനകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് വളരെ കുറച്ച് നേരം ഉറങ്ങാറുള്ളെങ്കിലും അത് വളരെ സമാധാനത്തോടു കൂടി തറയിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു രീതിയുണ്ട്. ഈ ഉത്സവ പറമ്പുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. നമുക്ക് ഈ ഒന്നാമത്തെ കാര്യം, ആനയ്ക്ക് ഈ ഭയങ്കരമായ ശബ്ദങ്ങൾ, വെടിക്കെട്ടടക്കമുള്ള ഭയങ്കരമായ ശബ്ദങ്ങൾ ആനയെ ഇറിറ്റേറ്റ് ചെയ്യുകയും വയലൻ്റ് ആക്കുകയും ചെയ്യുന്ന ശബ്ദങ്ങളാണ്. അതൊക്കെ ഞാൻ ഡോക്ടർമാർ, ആന വിദഗ്ധന്മാരുമായിട്ട് ചോദിച്ചറിഞ്ഞ കാര്യത്തിലാണ്. അത് എല്ലാ ആനകൾക്കും അങ്ങനെയൊന്നുമില്ല. ഈ ആനകൾക്ക് ഈ വെടിയും പടക്കവും എല്ലാം കേട്ട് എത്ര വർഷമായിട്ട് 7-8 കൊല്ലമായിട്ട് ഇതേ സൗണ്ട് തന്നെ കേട്ട് വരുന്ന മൃഗങ്ങളാണ്. എല്ലാ ഉത്സവങ്ങളും ഒരു ഉത്സവ പറമ്പിൽ നിന്ന് അടുത്ത ഉത്സവ പറമ്പിലേക്ക് മാറി പോയിക്കൊണ്ടിരിക്കുന്ന ആനയാണ്. ആന എല്ലാ ദിവസവും കേൾക്കുന്നത് ഇത്തരത്തിലുള്ള സ്വഭാവം എല്ലാ സമയവും ഒരുപോലെ ആയിരിക്കില്ല എന്ന്. ഇതൊരു വന്യമൃഗമാണ്. അതിനെ എത്ര ഇണക്കിയാലും അതൊരു വൈൽഡ് അനിമലാണ്. മനസ്സിലായോ? അതിന്റെ രീതികൾ വൈൽഡാണ്. അല്ല, എന്താണ് ഒരു വൈൽഡ് അനിമലാണ്, അതിന്റെ രീതികൾ വൈൽഡാണ്. ഒരു പശുവിനെ പോലെയോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന കാളയെ പോലെയോ പട്ടിയെ പോലെയോ പൂച്ചയെ പോലെയോ നമുക്ക് ആനക്കമ്പങ്ങളൊക്കെ ശരിയാണ്, ആനക്കമ്പമുണ്ട് ശരിയാണ്. ഇപ്പോൾ ആനയ്ക്ക് വേണ്ടി ആനപ്രേമി സംഘങ്ങളുണ്ട്. പക്ഷെ എത്രയൊക്കെ ഇണക്കി വളർത്തിയാലും അതൊരു വൈൽഡ് അനിമൽ തന്നെയാണ്. അതിന്റെ ഉള്ളിൽ ആ വൈൽഡ്നെസ് ഉണ്ട്. അത് ചില സമയങ്ങളിൽ വരും. ഇപ്പം അത് സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും ഇത്തരത്തിലുള്ള വൈൽഡ് ഉണ്ട്. ഇപ്പൊ മനുഷ്യൻ
മനുഷ്യൻ കാണിക്കുന്ന ക്രൂരത ആനകൾ കാണിക്കുന്ന ക്രൂരതയുടെ അപ്പുറമാണ്. ചെറിയ കുട്ടികൾ തൊട്ട് വാർദ്ധക്യമുള്ള സ്ത്രീകളെ വരെ അല്ലെങ്കിൽ അമ്മമാരെ വരെ പിച്ച് ചീന്തുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. അപ്പം മനുഷ്യൻ്റെ ആക്രമണ സ്വഭാവം അല്ലെങ്കിൽ വൈൽഡ്നെസ് എന്ന് പറയുന്നത് ഈ മൃഗങ്ങളെക്കാൾ എല്ലാം ഏറ്റവും വലിയ ക്രൂരതയാണ്. മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിലും വലിയ ക്രൂരതകളാണ്. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആനയെ മെരുക്കുമ്പോൾ പുതിയ പുതിയ രീതികൾ, ആനയെ മെരുക്കിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആനയെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ രീതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ, ടെക്നോളജി പരമായിട്ടാണെങ്കിൽ പോലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണ് കാലഘട്ടത്തിൻ്റെ മാറ്റം.